BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. കൊച്ചി വിമാനത്താവളം വഴി മരുന്നിറക്കുമതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതോടെ ഇത് സംബന്ധിച്ച പ്രത്യേക അനുമതി അടക്കമുള്ള സങ്കീർണമായ നടപടിക്രമങ്ങൾ ഒഴിവാകും. കേന്ദ്ര ആരോഗ്യ വകുപ്പാണ് അനുമതി നൽകിയത്. ഇനി കൊച്ചി വഴി മരുന്നുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും യഥേഷ്ടം എത്തിക്കാനാകും. ഇത് വിമാനത്താവളത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനും വാണിജ്യ മേഖലയ്ക്ക് ഉണർവേകാനും ഇടയാക്കും. 1940 ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിൽ ഭേദഗതി വരുത്തിയാണ് പുതിയ ഉത്തരവിറക്കിയത്. രാജ്യത്ത് 11 വിമാനത്താവളങ്ങൾക്ക് ഇത്തരത്തിൽ അനുമതിയായി. ഇതുവരെ പ്രത്യേക അനുമതി വാങ്ങിയാണ് ചെറിയ തോതിൽ ഇറക്കുമതി ചെയ്തിരുന്നത്. മേലിൽ അത്താവശ്യമില്ല. വിമാനമാർഗം മരുന്നുകളും മറ്റും ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകണമെന്നും കേന്ദ്ര സർക്കാരിനോട് സിയാൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് ആവശ്യം അംഗീകരിച്ചത്. ആലുവ നഗരത്തിലുണ്ടായ കനത്ത വെള്ളക്കെട്ടിന്റെ ഉത്തരവാദിത്തം ഏൽക്കാതെ ആലുവ നഗരസഭാ അധികൃതർ അൻവർ സാദത്ത് MLA സാന്നിധ്യത്തിൽ നഗരസഭ വിളിച്ച യോഗത്തിൽ വെള്ളക്കെട്ട് ഇല്ലാതാക്കാൻ സംസ്ഥാന കേന്ദ്ര സർക്കാരിന്റെ വിവിധ വിഭാഗങ്ങളോട് നഗരസഭ ആവശ്യപ്പെടുകയായിരുന്നു. നഗരസഭ സ്വന്തമായി നടത്തേണ്ട പദ്ധതികളെപ്പറ്റി കാര്യമായ ചർച്ചയുണ്ടായില്ല. കൊച്ചി മെട്രോ, പൊതുമരാമത്ത് വകുപ്പ്, റെയിൽവേ, ജല അതോറിറ്റി, ദേശീയപാത തുടങ്ങിയ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരോട് വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്നാണ് നഗരസഭ നിർദ്ദേശിച്ചത്. ചെമ്പകശ്ശേരി അമ്പലത്തിന് സമീപമുള്ള കാന പുനർനിർമ്മാണവും എറണാകുളം റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്കുള്ള റോഡിലെ കാന നിർമ്മാണവുമാണ് നഗരസഭ ഏറ്റെടുത്തിരിക്കുന്നത്. ചെയർമാൻ എനോ ജോണിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. രാജഗോപാൽ, മുഹമ്മദ് ബഷീർ, ദീപ പോൾ, ജോ പോൾ, വൈസ് ചെയർപേഴ്സൺ സൈജി ജോളി, നഗരസഭാ സെക്രട്ടറി PJ ജസിത, മുനിസിപ്പൽ എഞ്ചിനീയർ ബേസിൽ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള 14.5 കിലോമീറ്റർ ഭാഗത്തിൽ വനം വകുപ്പിന് അവകാശമില്ലെന്ന് ഹൈക്കോടതി. ഇത് റോഡ് പുറമ്പോക്കാണെന്ന് റവന്യൂ രേഖകളിൽ വ്യക്തമാണെന്നും ജസ്റ്റിസ് A മുഹമ്മദ് മുഷ്താഖും ജസ്റ്റിസ് S മനുവും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വിധിച്ചു. നേര്യമംഗലം വാളറ ഭാഗം വനംവകുപ്പ് അധീനതയിലാക്കിയതിനെതിരെ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് വിദ്യാർത്ഥി കിരൺ സിജു, കേരള ഇൻഡിപെൻഡന്റ് ഫാമേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജുമോൻ ഫ്രാൻസിസ്, ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ബബിൻ ജെയിംസ് വനത്തിൽ അതിക്രമിച്ച് കയറിയെന്നാരോപിച്ച് ജയിലിലടച്ച വഴിയോര കരിക്ക് വിൽപ്പനക്കാരൻ മീരാൻ എന്നിവരുടെ ഹർജികളിലാണ് ഉത്തരവ്. ടൂറിസം കോറിഡോറിൽ ഉൾപ്പെട്ട കൊച്ചി ധനുഷ്കോടി പാത 980 കോടി രൂപ മുടക്കിൽ നവീകരിച്ചു വരികയാണെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗം വനഭൂമിയാണെന്ന വാദത്താൽ വീതി കൂട്ടാനും കാനയും സംരക്ഷണ ഭിത്തിയും കെട്ടാനും വനം വകുപ്പ് അനുവദിക്കുന്നില്ല. നിത്യേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഹൈവേയിൽ ഗതാഗത തടസ്സമുണ്ടാകുന്ന സ്ഥലം കൂടിയാണിത്. പ്രശ്നം പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടം വകുപ്പുകളുടെ യോഗം പലതവണ വിളിച്ചെങ്കിലും വനം വകുപ്പ് നിലപാടിൽ ഉറച്ചുനിന്ന സാഹചര്യത്തിലാണ് ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചത്. റോഡ് രാജഭരണകാലം മുതൽ 100 അടി വീതിയിൽ പൊതുമരാമത്ത് വകുപ്പിന് വിട്ടുകൊടുത്തതാണെന്നും ഹർജിക്കാരൻ വാദിച്ചിരുന്നു. കണ്ണമാലിയിൽ കടൽക്കയറ്റം രൂക്ഷമായി. ഏതാനും ദിവസങ്ങളായി ചെറിയ തോതിൽ ആരംഭിച്ച കടൽ വെള്ളക്കയറ്റം പിന്നീട് ശക്തമാവുകയായിരുന്നു. കണ്ണമാലി, ചെറിയ കടവ്, കാട്ടിപ്പറമ്പ്, കൈതവേലി, മാനശ്ശേരി തീരഭാഗങ്ങളിലാണ് കടൽക്കയറ്റം രൂക്ഷമായത്. ഇവിടെ ഒട്ടനവധി വീടുകളിൽ വെള്ളം കയറി. ഈ പ്രദേശങ്ങളിൽ കടൽ ഭിത്തി ഇല്ലാത്തതാണ് കടൽക്കയറ്റം രൂക്ഷമാക്കുന്നത്. വെള്ളം കയറിയതോടെ പലരും വീട് വിട്ട് ബന്ധുവീടുകളിലേക്ക് മാറി. പുലിമുട്ടും കടൽഭിത്തിയും നിർമ്മിച്ച് കടൽക്കയറ്റ പ്രശ്നം പരിഹരിക്കണമെന്നതാണ് പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യം. നിലവിൽ ചെല്ലാനം മുതൽ കണ്ണമാലി വരെ 7.5 കിലോമീറ്ററാണ് കടൽഭിത്തി നിർമ്മിച്ചത്. 344 കോടി രൂപയുടെ പദ്ധതിയുടെ ആദ്യഘട്ടമാണ് നിലവിൽ പൂർത്തിയായത്. കടൽഭിത്തി, ചെറിയ കടവ്, CMS, കാട്ടിപ്പറമ്പ്, കൈതവേലി, മാനശ്ശേരി, സൗദി ബീച്ച് റോഡ് എന്നീ പ്രദേശങ്ങളിലേക്ക് കൂടി നീട്ടുക. കൊച്ചിൻ പോർട്ട് കടലിൽ നടത്തുന്ന ഡ്രെജിംഗ് മണ്ണ് ലഭ്യമാക്കി കടൽ തീരം പുനർനിർമ്മിക്കുക. നിർദ്ദിഷ്ട പദ്ധതി പൂർത്തിയാക്കുന്നതുവരെ ജിയോ ട്യൂബുകൾ കൊണ്ടുള്ള പുലിമുട്ടുകൾ നിർമ്മിച്ച് തീരം സംരക്ഷിക്കാൻ നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചെല്ലാനം കൊച്ചി ജനകീയ വേദിയുടെ തുടർച്ചയായ സമരവും നിലവിൽ നടക്കുന്നുണ്ട്. കൊച്ചി കലൂരിൽ പട്ടാപ്പകൽ പെൺകുട്ടിക്ക് നേരെ അതിക്രമം. കലൂർ ജംഗ്ഷനിൽ വെച്ച് പെൺകുട്ടിയുടെ ശരീരത്തിൽ കടന്നു പിടിച്ച നേപ്പാൾ സ്വദേശി എറണാകുളം നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടി ബഹളം വെച്ചതിനെ തുടർന്ന് കൺട്രോൾ റൂം പോലീസ് എത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മേഘ ബഹദൂർ എന്ന നേപ്പാൾ സ്വദേശിയാണ് പോലീസ് കസ്റ്റഡിയിലായത്. പെൺകുട്ടി തന്നെയാണ് കൺട്രോൾ റൂമിൽ വിളിച്ച് സംഭവം അറിയിച്ചത്. എന്നാൽ ഇപ്പോൾ പെൺകുട്ടിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതിനാൽ ഏത് രീതിയിൽ കേസെടുക്കണമെന്നതിൽ പോലീസ് ആശയക്കുഴപ്പത്തിലാണ്. പെറ്റി കേസെടുത്ത് പ്രതിയെ വിട്ടയക്കാനാണ് ഇപ്പോൾ സാധിക്കുകയെന്നും പോലീസ് അറിയിച്ചു.
കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് ADSും ആത്മജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റും മുത്തൂറ്റ് ക്യാൻസർ സെന്ററും സംയുക്തമായി സൗജന്യ സ്ഥാനാർബുദ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തി. കിഴക്കുഭാഗം ഉണ്ണിമിശിഹ പള്ളിപ്പാരിശാലയിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിമി ടിജോ അധ്യക്ഷത വഹിച്ചു. കിഴക്കുംഭാഗം പള്ളി വികാരി ഫാദർ സുഭാഷ് മാളിയേക്കൽ, ആത്മജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ജോജു മനയംപള്ളി, മുത്തൂറ്റ് ക്യാൻസർ സെന്റർ കോർഡിനേറ്റർ റിജു, CDS ചെയർപേഴ്സൺ അഖില സജീവൻ, ദീപ ബിജൻ എന്നിവർ പ്രസംഗിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.